ആശാവർക്കർ സമരത്തിൽ സമരക്കാർക്ക് തല്ലും സർക്കാരിന് തലോടലുമായി NTUC നേതാവ് ആർ ചന്ദ്രശേഖരൻ. പിടിവാശിയും ദുർവാശിയും സമരക്കാർ ഒഴിവാക്കണം. സമരം ഇങ്ങനെ വഷളാക്കുന്നത് എന്തിനാണെന്ന് അറിയില്ല. സമരക്കാർ നന്നായി സമരം അവസാനിപ്പിച്ച് പോകണമെന്ന് തന്നെയാണ് ആഗ്രഹമെന്നും ആർ ചന്ദ്രശേഖരൻ 24-നോട് പറഞ്ഞു. സ്വാഭാവികമായിട്ട് ഈ സമരം ചെയ്യുന്ന തൊഴിലാളികളോട് വ്യക്തിപരമായി ഞാനും INTC എന്നുള്ള നിലയിലും നമുക്ക് പൂർണ്ണമായ സിമ്പതിയും അവരിത് നന്നായി സമരം അവസാനിപ്പിച്ച് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പിടിവാശിയും ദുർവാശിയും ഒക്കെ വിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കി ആശാപ്രവർത്തകരുടെ ഈ സമരം സെറ്റിൽ ചെയ്യാനുള്ള ഒരു നടപടിക്ക് എല്ലാ സംഘടനകളും, പ്രത്യേകിച്ച് നിരാഹാരം നടക്കുന്ന ആ സംഘടന മുൻകൈ എടുക്കണം എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് ഇപ്പോഴും ഉള്ളത്. മാന്യമായി തീരണം, ഇത്രയേ ഉള്ളൂ. സലിം, എന്താണ് സമരം അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് INTUCയുടെ ആർ ചന്ദ്രശേഖരനും ആഗ്രഹമെന്ന് നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. അപ്പോൾ സമരം അവസാനിപ്പിക്കണമെന്ന് മന്ത്രി വീണ ജോർജും സർക്കാരും CPM ആഗ്രഹിക്കുന്നത് പോലെ INTUCയുടെ നേതാവ് അതേ ആഗ്രഹം എന്തിനു വെച്ചു പുലർത്തുന്നു എന്നതേ ഉള്ളൂ ആദ്യം മുതലെയുള്ള ദുരൂഹത സംശയം. സലിം, ഉറപ്പായും ആർ ചന്ദ്രശേഖരന് INTUCയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. അദ്ദേഹം കോൺഗ്രസിന്റെ പോഷക സംഘടനയാണ് INTUC. അത്തരത്തിലൊരു പ്രതിപക്ഷ സംഘടനയുടെ നേതാവിന് ഈ സർക്കാരിന്റെ അതേ താല്പര്യം എന്തുകൊണ്ട് എന്നുള്ളതാണ് ഈ സമരക്കാരും ചോദിക്കുന്നത്. INTUC സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ആർ ചന്ദ്രശേഖരൻ പറയുന്നത് ഈ സമരം പിടിവാശി കൊണ്ട് നീട്ടിക്കൊണ്ടു പോകരുത്, അത് അവസാനിപ്പിക്കണം. ഏറ്റവും നല്ലൊരു തീരുമാനം അത് സമരസമിതിയെ ഈ സമരം പരിഹരിക്കാനായി ഒരു സമിതിയെ രൂപീകരിച്ചൊരു പഠനം നടത്തുക എന്നുള്ളത് തന്നെയാണ്. അത് ഏതെങ്കിലും ഒരു ചെറിയ സമിതിയല്ല, ഉന്നത IAS ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമിതി എന്നുള്ള നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലയിലെ ഈ സമരം അവസാനിപ്പിക്കാൻ കഴിയും. അതല്ലാതെ മറ്റെന്തെങ്കിലും തരത്തിൽ സമരം അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് INTUC സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ പറയുന്നത്. അതുകൊണ്ട് സമരം എളുപ്പത്തിൽ നിർത്തേണ്ടതുണ്ട്. മാത്രമല്ല, തങ്ങൾക്ക് ഓണറേറിയ വർധനവ് എന്നുള്ളത് മാത്രമല്ല തങ്ങളുടെ ആവശ്യം. ഏതെങ്കിലും തരത്തിൽ ചെറിയൊരു വർധനവ് നൽകിയാൽ മാത്രം ആ സമരം അവസാനിക്കുന്നതല്ല. അതിനപ്പുറത്തേക്ക് ഇവർക്ക് വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ ഉൾപ്പെടെ നൽകേണ്ട ആവശ്യമുണ്ട് എന്നുള്ള INTUC സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ പറയുന്നു. അതിന് മറുപടി സമരസമിതിയുടെ ഭാഗത്തുനിന്ന് മറുപടി ഉണ്ടാകുന്നുണ്ട്. മറുപടി ഈ INTUC സമരസമിതി നേതാവായ യസ്മിനി അതിന് മറുപടി പറഞ്ഞത് തങ്ങൾക്ക് പിടിവാശിയുണ്ട്. പക്ഷേ ആ പിടിവാശി ഈ തങ്ങളുടെ കൂലി വർധനവ് എന്നുള്ള പിടിവാശിയാണ്. 54 ദിവസമായി സമരം ചെയ്യുന്നവരാണ്. അവർക്ക് ആ പിടിവാശി, കൂലി വർധനവ് എന്നുള്ള പിടിവാശി തന്നെയാണ് ഞങ്ങൾക്കുള്ളത് എന്നുള്ളതാണ് യസ്മിനി പറയുന്നത്. ഇപ്പോൾ INTUC സംസ്ഥാന പ്രസിഡന്റിന്റെ ആരോപണത്തിന് പിടിവാശിയാണ് നിങ്ങൾക്ക് എന്നുള്ളതാണ് സംസ്ഥാന പ്രസിഡന്റിന്റെ ആരോപണം. ഈ 54 ദിവസമായി സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആശാവർക്കർമാരുടെ കൂലി വർദ്ധിപ്പിക്കണം എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ശക്തമായ പിടിവാശിയുണ്ട്. ഞങ്ങളത് ഒരിടത്തും അടിയറ വയ്ക്കാൻ ഞങ്ങൾ തയ്യാറല്ല. കമ്മിറ്റിയൊക്കെ ഉണ്ടായിക്കോളൂ, പക്ഷേ ആ കമ്മിറ്റി ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഉള്ള കൂലി വർദ്ധിപ്പിക്കണോ വേണ്ടോ എന്ന് ആലോചിക്കാനായിരിക്കരുത്. അത് ആശാവർക്കർമാരുടെ മറ്റ് വിഷയങ്ങൾ ആലോചിക്കാനായിട്ട് നമുക്ക് കമ്മിറ്റി ഉണ്ടാക്കാം. 1000 രൂപ 7000 രൂപയായി വർദ്ധിച്ചത് ഒരു കമ്മിറ്റിയും തീരുമാനിച്ചിട്ടല്ല. ഇപ്പോൾ പണിയെടുക്കുന്ന സമരം ചെയ്യുന്ന ആളുകളുടെ മുഖത്ത് നോക്കി 3 മാസം എടുത്തോ 4 മാസം എടുത്തോ അല്ലെങ്കിൽ അടുത്ത ഇലക്ഷൻ വരെയൊക്കെ ഒരു കമ്മിറ്റി ഉണ്ടാക്കാൻ നടക്കില്ല. ഇതൊന്നും ഞങ്ങളെ അങ്ങനെ ഇവിടെ അവഗണിച്ച് വിടാമെന്ന് വിചാരിക്കേണ്ട. അങ്ങനെ ഇറങ്ങിപ്പോകാൻ വന്നവരുമല്ല ഇത്. ഈ ഉയർന്ന IAS ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കമ്മറ്റി എന്നുള്ളതാണ് ഏറ്റവും നല്ല നിർദ്ദേശം എന്നാണ് ആർ ചന്ദ്രശേഖരൻ പറയുന്നത്. അങ്ങനെ കമ്മിറ്റി നടത്തിയിട്ട് ഏത് തൊഴിലാളിയുടെ പ്രശ്നമാണ് ഇതിനോടകം പരിഹരിച്ചിട്ടുള്ളതെന്ന് അവർ പറയട്ടെ, അവരൊരു ഉദാഹരണം കാണിക്കട്ടെ. അങ്ങനെ ഇത്തരക്കാരെ ഇരുന്നൊരു കമ്മിറ്റി ഉണ്ടാക്കി ഇവിടെ ഈ കേരളത്തിലെ ഏത് തൊഴിലാളിക്കാണ് നിങ്ങൾ ശമ്പളം കൊടുത്തിട്ടുള്ളത്, വരുമാനം കൊടുത്തിട്ടുള്ളത്? എന്താ KSRTCക്കാർക്ക് കൊടുക്കാറുന്നത് എന്തുകൊണ്ടാണ്? കമ്മീഷൻ ഇല്ലാഞ്ഞിട്ടാണോ? റിപ്പോർട്ട് ഇല്ലാഞ്ഞിട്ടാണോ? അപ്പോൾ എന്നിട്ടും ആ തൊഴിലാളികൾ കഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ്? അവർക്ക് 4 വർഷം കൊടുത്തില്ലല്ലോ അവരുടെ ശമ്പളം. ഇപ്പോൾ ഈ മാസമല്ലേ അവർക്ക് സ്ഥിരമായി കൊടുക്കാൻ വീണ്ടും തീരുമാനിക്കുന്നത്. അപ്പോൾ ഇത് കമ്മിറ്റി തീരുമാനിച്ചിട്ടാണോ കൊടുക്കേണ്ടതെന്ന് തീരുമാനിച്ചത്? അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ പണിയെടുക്കുന്ന ആളുകൾ, കൂലിക്ക് വേണ്ടി സമരം ചെയ്യുന്ന ആളുകളുടെ മുഖത്ത് നോക്കിയിട്ട് കമ്മിറ്റിയെ വെച്ച് നിങ്ങൾക്ക് തീരുമാനിക്കുന്നത് ഞങ്ങളത് അനുവദിക്കാൻ പറ്റില്ല. ഹാഷ്മി, അത് തന്നെയാണ് ആശാ പ്രവർത്തകരുടെ, സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിന്റെ നിലപാട് കൃത്യമാണ്. അവർക്ക് കമ്മിറ്റി സ്വീകാര്യമല്ല. കമ്മിറ്റി മറ്റ് ആശാ വർക്കേഴ്സ് അനുഭവിക്കുന്ന മറ്റ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കമ്മിറ്റി ഉണ്ടായിക്കോട്ടെ, പക്ഷേ നിലവിൽ സമരം ചെയ്യുന്നവരോട് ഈ ഓണറേറിയ വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഹരിച്ചതിന് ശേഷം മാത്രം കമ്മിറ്റിയോ മറ്റെന്തെങ്കിലും ആകാം എന്നുള്ളതാണ്. എന്തായാലും 7000 രൂപ എന്നുള്ളത് 10000 രൂപയെങ്കിലും ആക്കാൻ ഒരു കമ്മിറ്റിയുടെ ആവശ്യമില്ല. ഓണറേറിയം കൂട്ടാൻ ആരുടെയും അനുവാദത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല. സർക്കാരിന് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ചെയ്യില്ല എന്നതാണ് യഥാർത്ഥത്തിൽ പിടിവാശി. അതല്ലാതെ കൂലി വർധന എന്നത് പിടിവാശിയാണെങ്കിൽ INTUC നേതാവ് മനസ്സിലാക്കേണ്ടത് ചരിത്രത്തിൽ ഇന്നേ വരെയുള്ള എല്ലാ തൊഴിൽ സമരങ്ങളും കൂലി വർദ്ധിപ്പിച്ചതാ എന്ന പിടിവാശിയിൽ ഉറച്ചുനിന്ന് വിജയിച്ചിട്ടുള്ള സമരങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ INTUC CITUവിൻ്റെ സഹോദര സംഘടനയെ പോലെ പ്രവർത്തിക്കുന്ന എന്തിനാണ് എന്ന് ആശാവർക്കർമാർ ചോദിക്കുന്നുണ്ട്. ഇത്തരത്തിൽ എന്താണ് ഓണറേറിയം സമ്മാന പൊതിയാണെന്ന് ആദ്യം പറഞ്ഞതിലൂടെ, അല്ലെങ്കിൽ ആശാവർക്കർമാരുടെ സമരം ഒരു സെൽഫി പോയിന്റ് ആണെന്ന ലേഖനത്തെ ഞാനതിനെ അനുകൂലിക്കുന്നു എന്ന് പറഞ്ഞതിലൂടെയൊക്കെ ഏത് പക്ഷത്താണ് INTUC നേതാവ് ആർ ചന്ദ്രശേഖരൻ്റെ നിൽപ്പ് എന്ന കാര്യം നേരത്തെ തന്നെ ബോധ്യപ്പെട്ടതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ പിടിവാശി വേണ്ട എന്നൊക്കെ ആശമാരെ ഉപദേശിക്കുകയാണ്
INTUCയുടെ നേതാവ് ആർ ചന്ദ്രശേഖരൻ.